Good morning to all. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വ്യഞ്ജനാക്ഷരങ്ങൾ കംപ്ലീറ്റ് പഠിച്ചു അല്ലേ? എല്ലാ മക്കളും എഴുതാൻ പഠിച്ചോ? അത് പഠിച്ചോ? എത്ര പേര് പഠിച്ചു? എന്റെ കാശിനാഥ് പഠിച്ചില്ലേ? കാശിനാഥ് കൈ കാണിക്കുന്നില്ലല്ലോ. ഓക്കെ ഓക്കെ. അപ്പോ അടുത്ത നമ്മൾ എന്താ ചിഹ്നങ്ങളും കുറച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? ചിഹ്നങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? ഓക്കെ. അപ്പൊ ചിഹ്നങ്ങള് നമുക്കൊന്ന് നോക്കാം അല്ലേ? ഇത് നമ്മൾ പഠിച്ചാണ്. ആ അല്ലേ? ക. ഓൾ ഓഫ് യു ലിസൺ ഹിയർ. വരക്കരുത്. അപ്പൊ ആ ക ആരൊക്കെയാ വരക്കുന്നത്? ഓക്കെ. നെക്സ്റ്റ് നമ്മളിത് പഠിച്ചാണ്. ആ ക. നെക്സ്റ്റ് ആ ക. കാണുന്നുണ്ടോ മക്കളെല്ലാരും? ഓക്കെ. ഓക്കെ. നെക്സ്റ്റ് ഇ കി അല്ലേ? നെക്സ്റ്റ് വൺ ഏതാ? ഈ. ഇത്ര പേര് നമ്മൾ എഴുതി വെച്ചല്ലേ? അപ്പോ ഈ കീ. നെക്സ്റ്റ് ഏതാ? ഉ. ഹൈഫൻ ഇട്ടില്ലേ നമ്മള്? ഹൈഫൻ ചിഹ്നോട്ടു. എന്നിട്ട് എന്ത് ചെയ്തു? കു. മനസ്സിലായോ? കു അല്ലേ? നെക്സ്റ്റ് വൺ ഏതാ? എല്ലാരും എഴുതി വെച്ചിട്ടുണ്ടല്ലോ അവിടെ. നെക്സ്റ്റ് ഊ അല്ലേ? ഹൈഫൺ ഇട്ടിട്ട് കൂവേ. നെക്സ്റ്റ് ഏതാ? ഓൾ ഓഫ് യു ലിസൺ ഹിയർ. ഗോഡ്വിൻ ഇതിലേക്ക് നോക്കേ. ഓക്കെ. ഇറ് എന്ന ചിഹ്നാണ് അത് അല്ലേ? കാക്ക എഴുതുമ്പോ കിറ് ആയി അല്ലേ? മായാണെങ്കിൽ മിറ്. ഓക്കെ. അപ്പൊ കൃപ എന്നൊക്കെ എഴുതാൻ നമ്മൾ ഇതാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. ഓക്കെ. ഇത് കഴിഞ്ഞ ക്ലാസ്സിൽ മിസ് പറഞ്ഞതാണേ. നെക്സ്റ്റ് ഏതാ? ഏ. ലക്ഷ്മി ഇവിടെ ശ്രദ്ധിച്ചേ. ഏ ഏ ഏ ഏതാ? ഏ. അപ്പൊ കെ മേ തേ ഇതൊക്കെ ഇതിനെ കൊണ്ടാണ് എഴുതേണ്ടത് അല്ലേ? ഓക്കെ. കണ്ടോ? എല്ലാവരും കാണുന്നുണ്ടോ? ഓക്കെ. അപ്പോ ഏതെഴുതാൻ ആ ചിഹ്നാണ് ഉപയോഗിക്കേണ്ടത് അല്ലേ? ഓക്കെ. അപ്പൊ എ എഴുതുമ്പോ കെ ഉണ്ടോ? എ എന്ന ചിഹ്നം നമ്മൾ ഇതുവരെ പഠിച്ചാണ് അല്ലെ? ആ എന്നുള്ള ചിഹ്നം. പിന്നെ ഈ ഉ ഊ ഇറ് എ
അല്ലേ? ഇത്രയും ചിഹ്നങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതല്ലേ? ആണോ മക്കളെ? ഓക്കെ. നെക്സ്റ്റ് എ. അപ്പൊ നെക്സ്റ്റ് ഇന്ന് നമുക്ക് പഠിക്കുന്ന ഏതാ? എ എന്ന ചിഹ്നം. ഇത് നിങ്ങൾ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ? നമ്മള് എഴുതിയോ മക്കളെ? ചിഹ്നങ്ങൾ എഴുതിയിട്ടുണ്ടോ? സ്വരചിഹ്നങ്ങൾ എഴുതിയിട്ട് എഴുതി വെച്ചിട്ടുണ്ടോ? ഓക്കെ. അപ്പോ ഇങ്ങനെ എഴുതി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പഠിക്കാൻ സൗകര്യമാവും. ഓക്കെ. ആദ്യം മുതലുള്ളത് എഴുതി വെച്ചാ. ഇപ്പൊ മിസ് ഒന്ന് പറഞ്ഞു തരാം, അതിനുശേഷം നമുക്ക് എഴുതാം അല്ലേ? ഓക്കെ. അപ്പൊ എ എന്ന ചിഹ്നം. അപ്പൊ കെ, മേ, വേ. ഇപ്പൊ നായാണെങ്കിൽ എന്നാ വായിക്കുക ഗോഡ്വിൻ? അത് അവിടെ നായാണെങ്കിൽ കാക്ക് ബദല് ഇവിടെ കാക്ക് പകരം ഇവിടെ നായാണെങ്കിൽ എന്താ വായിക്കും? നേന്ന് വായിക്കും അല്ലേ? തായാണെങ്കിലോ? തേ അല്ലേ? വായാണെങ്കിലോ? അങ്ങനെയാണ് വായിക്കുക. അപ്പൊ എ എന്ന ചിഹ്നം അങ്ങനെയാണ് എഴുതേണ്ടത്. നെക്സ്റ്റ് വൺ ഏതാ? ഐ അല്ലേ? ഐ എന്ന ചിഹ്നം കണ്ടോ നിങ്ങള്? ഓക്കെ. ഐ അല്ലേ? ഐ കൈത അല്ലേ? തൈര് ഒക്കെ എഴുതാൻ നമ്മൾ ഈ ചിഹ്നം ഇട്ടിട്ടാണ് ഉപയോഗിക്കുക. അപ്പൊ ഇതാണ് ഐ എന്ന ചിഹ്നം അല്ലേ? ഐ എന്ന ചിഹ്നം ഇതാണ്. അപ്പൊ കായാണ് എഴുതുന്നെങ്കിൽ കൈ, മായാണെങ്കിൽ മൈ, തായാണെങ്കിൽ തൈ അല്ലെ? തൈര്, കൈത എന്നൊക്കെ എഴുതാൻ ഈ ചിഹ്നാണ് ഉപയോഗിക്കേണ്ടത്. മനസ്സിലായോ മക്കളെ? ഓക്കെ. അപ്പൊ ഐ അല്ലേ? ഐ അല്ലേ ഇത്? ഐ അല്ലേ? നെക്സ്റ്റ് ഐ കഴിഞ്ഞ ഏതാ? എ ഐ ഓ അല്ലേ? ഓ. ഓക്കെ. ഓ കോ അല്ലേ? കോ ആണ് ഇത് വായിക്കുക. ഇതേയുടെ ഈ കാക്ക് പകരം തായാണെങ്കിൽ തോ എന്നും, മായാണെങ്കിൽ മോ എന്നും, വായാണെങ്കിൽ വോ അല്ലേ? യായാണെങ്കിലോ എന്താ വായിക്കുക ഇഷാൻ? യോ. യോ അല്ലേ? യായാണെങ്കിൽ യോ. ലക്ഷ്മി മായാണെങ്കിൽ എന്ത് വായിക്കും ഇവിടെ? മായാണെങ്കിൽ കായ്ക്ക് പകരം ഇല്ല, മോ അല്ലേ? മോ എന്ന് വായിക്കും. അപ്പോ മോ അല്ലേ? ഓക്കെ. അപ്പൊ നെക്സ്റ്റ് എന്താണ്? ഓ കഴിഞ്ഞ ഏതാ? ഓ ആണല്ലേ? ഓ ആണ്. നെക്സ്റ്റ് ഓ എങ്ങനെ എഴുതുന്ന മനസ്സിലായില്ലേ? ഓക്കെ. ഓ. നെക്സ്റ്റ് ഓ അല്ലേ? ഓ. കോഴിന്നൊക്കെ എഴുതാൻ ഏതാന്ന്? ഈ ചിഹ്നാണ് ഉപയോഗിക്കേണ്ടത് അല്ലേ? അപ്പൊ ഇവിടെ കാക്ക് പകരം തായാണെങ്കിൽ തോ അല്ലേ? മോ. വായാണെങ്കിൽ എന്ത് വായിക്കും? വോ. യായാണെങ്കിൽ യോ അല്ലേ? നെക്സ്റ്റ് ഏതാ? ഔ അല്ലേ? ഔ. ഔ. കൗ അല്ലേ? അപ്പൊ മായാണെങ്കിൽ എന്ത് വരും ലക്ഷ്മി? മൗ. തായാണെങ്കിൽ തൗ. വായാണെങ്കിൽ വൗ. ഓക്കെ. അപ്പോ ഇങ്ങനെയാണ് ഔ ചിഹ്നം. കൗതുകം എന്നൊക്കെ എഴുതാൻ ഈ ചിഹ്നാണ് ഉപയോഗിക്കേണ്ടത്.
അല്ലെ? മൗലി. മിസ് പറയുമ്പോ മിസ്സിന്റെ കൂടെ പറഞ്ഞാലേ അത് കിട്ടൂ. അവിടെ വെച്ചേ ലക്ഷ്മി ഇവിടെ ശ്രദ്ധിക്ക് ലക്ഷ്മി. ഓക്കെ, ഔ എന്ന ചിഹ്നം, ഔ എന്ന ചിഹ്നാണ് ഇപ്പൊ കാണുന്നുണ്ടോ മോള്? ഇല്ലേ? ഇല്ലേ? കാണുന്നുണ്ടോ നിങ്ങള്? ഉണ്ടോ ഗോഡ്വിൻ? അതൊന്ന് പറ. ഓക്കെ, അപ്പൊ കൗ അല്ലേ? നെക്സ്റ്റ് ഏതാ? അല്ലേ? ഓക്കെ, അപ്പൊ കായതി ഒരു അനുസ്വാരൂഢിനാണ് കം. അപ്പൊ വായാണെങ്കിൽ വം. അപ്പൊ പൂരം. രാ എഴുതിയിട്ട് ഇതാ ഇടേണ്ടത് അല്ലേ? ഓക്കെ, രം അല്ലേ? ഓക്കെ, നെക്സ്റ്റ് ഏതാ? ലാസ്റ്റ് വൺ ഏതാ? ആ അല്ലേ? ഓക്കെ, ലാസ്റ്റ് വൺ ഏതാ? ആ അല്ലേ? അപ്പൊ ക ഉണ്ടോ? ഒരു വിസർഗം ഇടും. ക എഴുതി ഒരു വിസർഗം. ഓക്കെ, രണ്ടു കുത്താണ് കേട്ടോ പ്രധാനമായിട്ട്. ഓക്കെ, അപ്പൊ ശ്രദ്ധിക്കണേ. നീ നേരെ ഇരുന്നല്ലേ? കാണാല്ലേ? മിസ് കുറെ നേരമായിട്ട് ആരും കാണുന്നുണ്ടായിരുന്നില്ല. മനസ്സിലാവുന്നുണ്ടോ മക്കളെ എല്ലാവർക്കും? സമയത്ത് മനസ്സിലായോ ചിഹ്നങ്ങള്? ആ ഓക്കെ. സമജ്ഞ? ഓക്കെ. ധ്യാൻ? എന്ന് മനസ്സിലായി? അമ്ന ഫാത്തിമ? എഡ്വിൻ ജോസഫ് മനസ്സിലാവുന്നുണ്ടോ? ആൻഡ്രോസ് ജിയോ? ക്രിസ്റ്റി ജോസഫ്? അവേദ്യ? ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ? ജസ്വിൻ ആൻഡ് അരോൺ? ജസ്വൽ? ദേവപ്രിയ? ഏഞ്ചൽ? ഓക്കെ, ആദൽ സിറിൽ? മനസ്സിലാവുന്നുണ്ടോ മോനെ? കാണുന്നുണ്ടായിരുന്നോ? ഭാവയാമി? ക്ലിയർ ആയോ? ഓക്കെ. അർജുൻ? യോണ, ആരോമൽ, ഗൗരിനന്ദ, കാശിനാഥ്, ശ്രീഷ്ണ, ധനലക്ഷ്മി? ഓക്കെ, എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, അപ്പോ നമ്മള് ചിഹ്നങ്ങളെ കുറിച്ചാണ് പഠിച്ചത് അല്ലേ? ഓക്കെ, ഒന്നുകൂടി കാണിച്ചു തരാം. All of you listen here. ശ്രദ്ധിക്കണേ. അപ്പൊ ഇതേതാണ്? വായിച്ചേ. ഓക്കെ, നെക്സ്റ്റ് എന്ന് തോന്നുന്നു അല്ലേ? നെക്സ്റ്റ് വൺ ഇ അല്ലേ? നെക്സ്റ്റ് അല്ലേ? നെക്സ്റ്റ് അല്ലേ? നെക്സ്റ്റ് നെക്സ്റ്റ് അല്ലേ? ഓക്കെ, നെക്സ്റ്റ് ഐ. കൈ. നെക്സ്റ്റ് ഓ. എങ്ങനെയാന്ന് കണ്ടു. നെക്സ്റ്റ് ഓ അല്ലേ? അപ്പൊ ഈ കാക്ക് പകരം ഇവിടെ ഏതാണ് അക്ഷരങ്ങള് അതനുസരിച്ചിരിക്കും. ഇപ്പൊ മായാണെങ്കിൽ മോ, വായാണെങ്കിൽ വോ, തായാണെങ്കിൽ തോ അല്ലേ? നെക്സ്റ്റ് ഔ അല്ലേ? അക്ഷരങ്ങൾ മാറുന്ന അക്ഷരങ്ങൾ ഏതാണ്? അത് ഓക്കെ, ഔ കൗ. നെക്സ്റ്റ് ലാസ്റ്റ് വൺ ആ അല്ലേ?
എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, അപ്പോ ഇത്രയാണ് അത് അല്ലേ? പഠിച്ചു കഴിഞ്ഞില്ലേ? പഠിച്ചില്ലേ? എഴുതണ്ടേ നമുക്കത് നോട്ടില്? ഓക്കെ, എല്ലാവർക്കും എഴുതിയെടുക്കണ്ടേ? ഓക്കെ, അപ്പൊ നമുക്കത് നോട്ടിലേക്ക് എഴുതിയെടുക്കാം അല്ലേ? എങ്ങനെയാ? ചിഹ്നം അല്ല, ആദ്യം മുതൽ നമുക്ക് എഴുതാം. എങ്ങനെ എഴുതണം? നോട്ട്ബുക്കിൽ 2 ലൈൻ ബുക്കിൽ നല്ല വൃത്തി എഴുതുവോ മക്കളെ? നോക്കിയിട്ട് എഴുതുവോ അതേപോലെ? അപ്പൊ നമുക്ക് നോക്കാം. ഇതാ, ഓക്കെ, ഫ്രണ്ടിൽ എടുക്കട്ടെ മിസ്. അപ്പൊ എല്ലാവരും നോക്കി എഴുതണം. 2 ലൈൻ ബുക്കിൽ ആദ്യം മേലെ ചിഹ്നങ്ങളുടെ ഹെഡിങ് എഴുതുക. ചിഹ്നങ്ങൾ കണ്ടോ? കാണുന്നുണ്ടോ മക്കളെ? എഴുതിക്കോ. ഞാൻ എഴുതി, ഒരു ഈച്ചിനിട്ട് വള്ളി ഇട്ടു. എഴുതി, 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 ചിഹ്നങ്ങൾ മേലെ ഹെഡിങ് എഴുതുക. ഓക്കെ, ചിഹ്നങ്ങൾ ഹെഡിങ് എഴുതുക. എന്നിട്ട് എന്ത് ചെയ്യണം? അതിന്റെ താഴെ അടുത്ത ലൈനിലായിട്ട് എന്ത് എഴുതണം? ആന്ന് എഴുതുക. എന്നിട്ട് അതിന്റെ താഴത്തെ ലൈനിൽ എന്ത് എഴുതുക? ക. അല്ലെങ്കിൽ നേരെ എഴുതിയാലും മതി. എഴുതിയിട്ട് നേരെ എഴുതിയാലും മതി. കാണ്. നെക്സ്റ്റ്, നേരെ എഴുതണ്ട, ഇങ്ങനെ എഴുതിക്കോ, അതാ ബെറ്റർ. അടുത്ത എഴുതുമ്പോൾ നമുക്ക് സൗകര്യമാവും. നെക്സ്റ്റ് എഴുതുക. ഇത് മുതലാണ് ശരിക്കും നമുക്ക് മനസ്സിലാക്കാനുള്ളത്. നോക്കി എഴുതിയേ. കാണുന്നില്ലേ മോനെ ഇത്? ഓക്കെ, ഇവിടെ നോക്കി എഴുതിക്കോ. എന്നിട്ട് ഹൈഫൻ ഇട്ട് ചിഹ്നം എഴുതുക. എന്നിട്ട് ഹൈഫൻ ഇട്ടിട്ട് ചിഹ്നം. അത് കഴിഞ്ഞില്ല, താഴെ എഴുതണുണ്ട് കാ. ഓക്കെ, ആന്ന് എഴുതുക. എന്നിട്ടൊരു ചെറിയൊരു ഹൈഫൻ ഇട്ടിട്ട് എന്ന ചിഹ്നം മാത്രം ഇടുക. അത് കഴിഞ്ഞ് താഴെ കാ. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലാവും. ഇതിങ്ങനെ എഴുതിയെടുക്കുന്ന ഏത് രീതിയിലായാലും പ്രശ്നമില്ല, പക്ഷെ നമുക്കൊക്കെ അത് മനസ്സിലാവണം. ഓക്കെ, ഇത് എഴുതി കഴിഞ്ഞോ? യെസ്. നെക്സ്റ്റ് എഴുതുക, ഹൈഫൻ ഇടുക, ഇതിന്റെ ചിഹ്നം ഇടുക, അഴക്കി എഴുതുക. നേരെ അപ്പുറം കീ എഴുതുക. ഇതെന്നെ വായിക്കുന്നില്ല ചുട്ടി? ഓക്കെ, കീ എഴുതുക. വള്ളിയിട്ടാല് കീ. ഓക്കെ, കായ എഴുതി വള്ളിയിടുമ്പോ വള്ളിയിട്ടാല് അല്ലേ? ഓക്കെ, എഴുതി കഴിഞ്ഞോ മക്കളെ? ഓൾ ഓഫ് യു ഫിനിഷ്? എല്ലാവർക്കും ഫിനിഷ് ആയില്ലേ? നെക്സ്റ്റ്, എഴുതിയിട്ട് ചെറിയൊരു ഹൈഫൻ ഇടുക. എന്നിട്ട് ചിഹ്നം ഇടുക. ഓക്കെ, അടുത്ത ഈ എന്നുള്ള ചിഹ്നം. ഇത് വായിച്ചേ പൊന്നു, ഇത് വായിച്ചേ.
ഇത് വായിക്ക്. കാ എഴുതിയിട്ട് ഈ എന്ന ചിഹ്നോട്ട് എന്താ വായിക്കുക? ഏതാക്ഷരം? ഓക്കെ, എഴുതി കഴിഞ്ഞോ മക്കളെ? യെസ്. ഇത് ഓക്കെ, all of you finish? നെക്സ്റ്റ് പഠിക്കട്ടെ. ഓക്കെ, അല്ലേ? അടുത്ത് എഴുതുക, ഹൈഫൺ ഇടുക, ഊ എന്ന ചിഹ്നം എഴുതുക അല്ലേ? തന്നെ വായിക്കുന്നേ എഴുതുക, ഹൈഫൺ ഇടുക, ഊ എന്ന ചിഹ്നം എഴുതുക. ഇതെന്താ അക്ഷരം? അപ്പൊ പൂല്ല, പൂള്. ഇത് അക്ഷരം ആണോ? ചിന്നേതാ? അപ്പം ഇത് നെക്സ്റ്റ് പറയട്ടെ മക്കളെ? നെക്സ്റ്റ്. ഓക്കെ, ലിസൺ ഹിയർ. ഓക്കെ, ഊ എന്ന ചിഹ്നം എഴുതുക. ഏതാ വായിക്കുന്നേ? മൂന്നാകുമ്പോ ഏതാ? അല്ല, ഇതേതാ അക്ഷരം? കായിട്ടിട്ട് ഇതാവുമ്പോ ഓക്കെ, ഊ എഴുതിയോ? ഊ എഴുതി, ഹൈഫൺ ഇട്ടു, എന്ന ചിഹ്നം ഇടുക. അപ്പൊ എന്റെ താഴെയാണ് എക്സാമ്പിൾ എഴുതിയിട്ടുള്ളത്. കൂ, വായാണെങ്കിൽ വൂ, തായാണെങ്കിൽ തൂ. കായിട്ടിട്ടാകുമ്പോ ഓക്കെ, നെക്സ്റ്റ് പറയട്ടെ? കഴിഞ്ഞോ മക്കളെ? ഇത് എഴുതി കഴിഞ്ഞോ? ഫിനിഷ്. ഓക്കെ, എല്ലാവർക്കും എഴുതി കഴിഞ്ഞോ മക്കളെ? അപ്പൊ നെക്സ്റ്റ് വൺ പറയട്ടെ, ശ്രദ്ധിക്കണേ. ഓക്കെ, കണ്ടോ? കാണുന്നില്ലേ? എഴുതുക, ഹൈഫൺ ഇടുക, എന്ന ചിഹ്നം ഇടുക. ഓക്കെ, ഇടുക, ഹൈഫൺ ഇടുക, എന്ന ചിഹ്നം എഴുതുക. ഫിനിഷ്. ഓക്കെ, അപ്പൊ ഓക്കെ, ഹൈഫൺ ഇട്ടു, എന്ന ചിഹ്നം എഴുതി, ഈ ചിഹ്നം കിട്ടാല് അക്ഷരത്തിന് കൂടെ വായിക്കാതെ എന്ന ഉച്ചാരണം വരും. നെക്സ്റ്റ് വൺ ഏതാ? എ അല്ലേ? കഴിഞ്ഞ ഓക്കെ, എ. എഴുതുക, ഹൈഫൺ ഇടുക, എന്ന ചിഹ്നം എഴുതുക. എഴുതി ഇട്ടു ഇടുക. ഇതിൽ നമ്മൾ എക്സാമ്പിൾ താഴേത് അല്ലേ? നിങ്ങൾക്ക് മനസ്സിലാക്കുന്ന വിധത്തിൽ അത് എഴുതാം. എന്നുള്ള ചിഹ്നമാണേ. ഇതെന്നെ വായിക്കുന്നേ?
എന്നുള്ളതാണ്. ഓക്കെ, എഴുതി കഴിഞ്ഞോ മക്കളെ? യെസ്. യെസ്. വൺ എ. കണ്ടോ? ഇതേതാ? അപ്പൊ ഏതിന്റെ കൊടുത്തു? ഓക്കെ, എഴുതിയേ. അപ്പൊ എഴുതുക, ഹൈഫൻ ഇടുക, എന്നിട്ട് അതിന്റെ എക്സാമ്പിൾ എഴുതുക താഴെ. കെ മേ വേ എന്ന് എഴുതുക, അല്ല ഒന്ന് മാത്രം എഴുതാം. എഴുതുക, ഹൈഫൻ പഠിപ്പിക്കും. എ എന്ന ചിഹ്നം എഴുതുക. ഞാൻ മിസ്സിനോട് പറയുന്നു. ആരാ എഴുതാതിരിക്കുന്ന അവിടെ? ആരും എഴുതാതിരിക്കുന്നുണ്ടോ? മടി പിടിച്ചിട്ട് ഉണ്ടോ? ഓക്കെ, എഴുതിയെടുക്കണം. അത് കൂടാതെ നിങ്ങൾ ഇപ്പൊ കാ വെച്ച് നമ്മൾ എഴുതിയതുപോലെ എല്ലാ അക്ഷരങ്ങളും വെച്ച് മക്കൾ സ്വന്തം എഴുതണം, മനസ്സിലാക്കി എഴുതണം. അങ്ങനെ ആവുമ്പോ നിങ്ങൾക്ക് വായിക്കാനും എഴുതാനും എളുപ്പം ഉണ്ടാവും. ഓക്കെ, അപ്പൊ എല്ലാവരും ചെയ്യില്ലേ? ഏതാക്ഷരം? അപ്പൊ ഏതാ? ഐ. ഐ എന്ന ചിഹ്നം അല്ലെ? ഇവിടെ ഐ എഴുതുമ്പോ ഇങ്ങനെയുള്ളൂ. അപ്പൊ രണ്ട് ചിഹ്നങ്ങൾ വരിക, രണ്ട് ചിഹ്നങ്ങൾ വരും. അപ്പൊ ഐ എഴുതുക, ഹൈഫൻ ഇടുക, ഐ എഴുതുക, ചിഹ്നം ഇടുക. താഴെ കൈ, തൈ, ഇതൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ എക്സാമ്പിൾ ആയിട്ട് എഴുതാം. ആദ്യം കയ്യ എഴുതി, ഇപ്പൊ ഇത് മാത്രമേ എഴുതുള്ളൂ. അടുത്തത് ഇന്ന് വെച്ച് ചാ വെച്ചിട്ടും താ വെച്ചിട്ടും ടാ വെച്ചിട്ടും ഒക്കെ നിങ്ങൾ എഴുതി പഠിക്കുക. ഓക്കെ, ഐ കൈ അല്ലേ? രണ്ട് സാധനം വരും. രണ്ട് രണ്ടെണ്ണം വരും. ഐ കൈ, തൈര് ഒക്കെ ട്ടോ. ഓക്കെ, ഫിനിഷ് ആയോ? എഴുതി കഴിഞ്ഞോ എല്ലാവർക്കും? ഓക്കെ, നെക്സ്റ്റ് ഇടട്ടെ? കഴിഞ്ഞു അല്ലേ? ഓ. അപ്പൊ എ എന്നൊരു ചിഹ്നം ഇട്ടു, ഇടയിൽ അക്ഷരങ്ങൾ വരില്ലേ? അപ്പോ ആ എന്ന ഒരു ചിഹ്നം കൂടി അവിടെ വരും. അപ്പോഴാണ് ഓ എന്ന് വായിക്കുക, ഓ എന്ന ഉച്ചാരണം വരിക. എക്സാമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് കോയോ തോയോ ഓയോ ഒക്കെ എഴുതാം. ഇവിടെ കോ വെച്ച് എഴുതിയത് ഞാൻ. ഓക്കെ, എ എന്ന ചിഹ്നവും വന്നു, ആ എന്ന ചിഹ്നവും വന്നു. അപ്പൊ ഓ എന്ന ചിഹ്നം വരും. അപ്പൊ ഇവിടെ കോ എന്നാണ് എഴുതിയിട്ടുള്ളത് എക്സാമ്പിൾ. ഓക്കെ, ഓ അങ്ങനെ എല്ലാ പഠിക്കട്ടോ. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ഏതാ? ഓ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏതാ അക്ഷരം? ഓ അല്ലെ? ഓ എന്ന ചിഹ്നാണ് നെക്സ്റ്റ് നമ്മൾ കണ്ടത്. നെക്സ്റ്റ് ഓ എന്ന ചിഹ്നം. ഓ, അപ്പൊ ഏ ചിഹ്നവും ആ ചിഹ്നവും വന്നു. അപ്പൊ ഓ എന്ന ഉച്ചാരണായി. ഓ, കോ, മോ, വോ, ചോ. എഴുതിയോ മക്കളെ? ഓ ഇനി മോന്ന് എഴുതിക്കേ. ബുക്ക് ചെരിച്ചു വെച്ചോളൂ. കഴിഞ്ഞോ? ഫിനിഷ്? ഫിനിഷ്? ഇംഗ്ലീഷ് ഇത് മലയാളം അല്ലേ? ഓക്കെ, ഓ ഇംഗ്ലീഷ് അക്ഷരമല്ല ഇതുണ്ട് കേട്ടോ. ഓ എന്നുള്ളത് മലയാള അക്ഷരാണേ. ഓ, ഓക്കെ, എഴുതി കഴിഞ്ഞോ? നെക്സ്റ്റ് കാണിക്കട്ടെ? യെസ്, കാണിച്ചോട്ടെ. നെക്സ്റ്റ് വൺ ഏതാ? ഔ, കൗ അല്ലേ? ഔ എഴുതി ആ ചിഹ്നം ഇടണം. ഔ എന്ന കണ്ടോ? എഴുതിയോ? എഴുതിയിട്ട് ഇങ്ങനെ ഇടുമ്പോ ടൗന്നാവും. ചിഹ്നല്ലേ?
ഔ മായി വിട്ടിരിക്കുന്നു ഔ ഔ കൗ അങ്ങനെ ഔ ഔ പൗ വൗ ഒക്കെ വരും ഈ ചിഹ്നം ഉപയോഗിച്ച് കഴിഞ്ഞാല് കേട്ടോ. അപ്പൊ ഔ എഴുതി ഹൈഫൺ ഇട്ടു ഔ എന്ന ചിഹ്നം എഴുതി. ഓക്കെ ഔ കഴിഞ്ഞോ? ചേച്ചിട്ട് ടൗന്ന് എഴുതിക്കേ. അപ്പൊ ഏതാക്ഷരം ഇടണ്ടേ? ഓക്കെ എഴുതിയ സ്വപ്ന ധ്യാൻ എഴുതിയോ? ധ്യാൻ സർഗ ഓക്കെ അവേദ്യ നെക്സ്റ്റ് ശ്രീഷ്ണ എഴുതിയോ? ശ്രീഷ്ണ എഴുതിയോ? ഔ ഔ റോസ് ലക്ഷ്മി അഭിലാഷ് എഴുതിയോ? ഗോഡ്വിൻ ഓക്കെ ആരോമൽ എഴുതിയോ? ആരോമലേ ഗൗരിനന്ദ ഓക്കെ അർജുൻ എഴുതുന്നുണ്ടോ എല്ലാവരും? ഏഞ്ചൽ ദേവപ്രിയ ഭാവയാമി ആൻഡ്രോ എഴുതി. ഓക്കെ ഗുഡ് സൂപ്പർ. ഓക്കെ ഓക്കെ അപ്പൊ നെക്സ്റ്റ് വൺ പറഞ്ഞോട്ടെ. അടുത്തത് ഓക്കെ എഴുതുക ഹൈഫൺ ഇടുക എന്നിട്ട് ഈ എന്ന ചിഹ്നം എഴുതുക. അപ്പൊ കം വം രം കം ഒക്കെ ആൻഡ്രോസെ ക്ഷീണിച്ചു പോയോ എഴുതിട്ട്? ഓക്കെ എഴുതിയോ? ഓക്കെ അമ്മ എഴുതി കഴിഞ്ഞോ? നെക്സ്റ്റ് മുഹമ്മദ് സാദ് എഴുതിയോ മോനെ? ഭവിക സിയാൻ ആദൽ സിറിൽ എഴുതുന്നുണ്ടോ? ആദൽ ഓക്കെ എഴുതി വേഗം. ഓക്കെ നെക്സ്റ്റ് ലാസ്റ്റ് ഏതാ? എഴുതി കഴിഞ്ഞോ? എഴുതിയോ ആദൽ? ഓക്കെ അപ്പൊ അടുത്തത് എഴുന്നേ. അമ്മ ഇപ്പൊ അമ്മ ഞാൻ നെക്സ്റ്റ് ഏതാ? ല്ലേ ഔ എഴുതുമ്പോ ഞാൻ അമ്മ എഴുതി. ഔ എഴുതി കഴിഞ്ഞിട്ട് അമ്മ എഴുതി കഴിഞ്ഞിട്ട് അതാരാ വൈഷ്ണവ് എന്തായി? വൈഷ്ണവേ എഴുതിയോ? ഓക്കെ അന്ന ഗ്രേസ് എഴുതിയോ? അന്ന ഗ്രേസ് ഓക്കെ ധനലക്ഷ്മി എഴുതി. ജസ്വൽ എഴുതിയോ? ഓക്കെ നെക്സ്റ്റ് നസീം മുഹമ്മദ് എഡ്വിൻ ജോസഫ് ആദിനാഥ് വേണ്ട അനയ റോസ് ഷാമിൽ മസ്ലോബ ജസ്വിൻ ഷൻസ ഫാത്തിമ എഴുതിയോ? ഷൻസ ഓക്കെ അപ്പൊ എല്ലാവരും എഴുതുന്നുണ്ട് അല്ലേ? നൈജൽ എഴുതിയോ? നൈജൽ ജോസഫ് ഓക്കെ